ഹലോ. അപ്പോൾ നമുക്കിന്ന് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഇതേ ആവശ്യത്തിന് കൊള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കിതേ 1-ാം പാലും 2-ാം പാലും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ വേവിച്ച് വെച്ച കൊള്ളിക്കിഴങ്ങ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യം 2-ാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ 1-ാം പാൽ അടിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും വേപ്പിലയും താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.